നമ്മുടെ ഈ ലോകത്തിൽ ഉത്തരം കണ്ടെത്താനാകാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇന്നുമുണ്ട് അല്ലേ? അതിൽ ചിലതൊക്കെ വളരെ അത്ഭുതകരവും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതും ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൊളംബിയയിലെ ക്യുംബായ പുരാവസ്തുക്കളെ പറ്റിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച സ്വർണ്ണ നിറത്തിലുള്ള വളരെ വിചിത്രമായ ഈ നിർമ്മിതികൾക്ക് ഇന്നത്തെ വിമാനങ്ങളുടെ മാതൃകയാണ് ഉള്ളത്. ഒന്നും രണ്ടുമല്ല, വിമാനങ്ങളുടെ മാതൃകയിലുള്ള 17 വിചിത്രമായ പുരാവസ്തു നിർമ്മിതികളാണ് കൊളംബിയയിലെ ഗോൾഡൻ മ്യൂസിയത്തിലുള്ളത്. നമ്മുടെ ഈ ലോകത്തിലുള്ള പല പുരാണങ്ങളിലും ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകളെ കുറിച്ചും സ്പേസ് ക്രാഫ്റ്റുകളെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പുരാണങ്ങളിൽ ഇവയെ വിശേഷിപ്പിക്കുന്നത് വിമാനാസ് എന്നാണ്. ഇനി മുഖ്യധാര പുരാവസ്തു ഗവേഷകർ എന്താണ് ഈ പുരാവസ്തു നിർമ്മിതികളെ കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. അവർ പറയുന്നത് ഇത്തരത്തിൽ വിമാനങ്ങളുടെ മാതൃകയിലുള്ള ഈ പുരാവസ്തു നിർമ്മിതികൾ യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് പക്ഷികളെയാണ് എന്നുള്ളതാണ്. എന്നാൽ ഗവേഷകരുടെ ഈ വാദത്തിന് യാതൊരു വിധത്തിലുമുള്ള അടിസ്ഥാനവും ഇല്ല എന്ന് ഈ ക്യുംബായ പുരാവസ്തു നിർമ്മിതികളെ വിശദമായി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ ലോകത്തുള്ള പക്ഷികളുടെ ഒന്നും തന്നെ ചിറകുകൾ ഇരിക്കുന്നത് അവരുടെ ശരീരത്തിലെ അടിഭാഗത്തായിട്ടല്ല. എല്ലാ പക്ഷികളുടെയും ചിറകുകൾ സ്ഥിതി ചെയ്യുന്നത് അവരുടെ ശരീരത്തിലെ മുകൾ ഭാഗത്തായിട്ടാണ്. എന്നാൽ വിമാനങ്ങളുടെ ചിറകുകൾ അവയുടെ അടിഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വിമാനങ്ങളുടേത് പോലെ തന്നെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് ക്യുംബായ പുരാവസ്തു നിർമ്മിതികളുടെ ചിറകുകൾ ഉള്ളത്. ഇനി മറ്റൊരു വ്യത്യാസം എന്നുള്ളത് ഈ നിർമ്മിതികളുടെ വാലുകൾ രണ്ടും വെർട്ടിക്കലായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ വിമാനങ്ങളുടെ വാലുകളും വെർട്ടിക്കലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, പക്ഷികളുടെ വാലുകളൊന്നും തന്നെ വെർട്ടിക്കലായ രീതിയിലല്ല ഉള്ളത്. അവയെല്ലാം ഹൊറിസോണ്ടലായി രണ്ട് ഭാഗത്തേക്ക് നീണ്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ജീവശാസ്ത്രജ്ഞർ പറയുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമിയിലുള്ള പക്ഷികൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള രൂപഘടന ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ചില വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, ഈ നിർമ്മിതികൾ പക്ഷികളുടെ ചില അടിസ്ഥാന ഘടകങ്ങൾ മാത്രമാണ്. അവ നിർമ്മിച്ചപ്പോൾ അതിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്നതാണ്. എന്നാൽ ഇതും തെറ്റായിട്ടുള്ള ഒരു ആശയം മാത്രമാണെന്ന് പറയാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗോൾഡ് മ്യൂസിയത്തിൽ തന്നെ 1000 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച പക്ഷികളുടെ പ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ശരിക്കും പക്ഷികൾ തന്നെയാണ് എന്ന്. പക്ഷികളുടേത് പോലുള്ള കൊക്കുകൾ, കണ്ണുകൾ, ചിറകുകൾ, ഹൊറിസോണ്ടലായ വാലുകൾ, ഇതൊക്കെ നമുക്ക് ഈ പ്രതിമകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ വിദഗ്ധർ മുന്നോട്ട് വെച്ച ആശയം തീർത്തും തെറ്റാണെന്ന്. ഇനി മറ്റൊരു പക്ഷിയെ നോക്കൂ. അതിന്റെ ചിറകുകൾ ഏറ്റവും മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ വാലുകൾ ഇരുവശങ്ങളിലേക്കുമായി നീണ്ടു നിൽക്കുന്നു. അവർ നിർമ്മിച്ച വിമാന മാതൃകയിലുള്ള ശില്പങ്ങളുമായി ഇവയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിർമ്മിതിയിൽ സംഭവിച്ച ചില തെറ്റുകളാണ് ഈ ശില്പങ്ങൾ ഇങ്ങനെയാകാനുള്ള കാരണം എന്ന വാദത്തിന് യാതൊരു വിധത്തിലുമുള്ള യുക്തിയുമില്ല. വിമാന മാതൃകയിലുള്ള ഈ നിർമ്മിതികളെ വിളിക്കുന്നത് ക്യുംബായ എയർപ്ലെയിൻസ് എന്നാണ്. ഇങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവയെല്ലാം കണ്ടെടുത്തത് പുരാതന സിവിലൈസേഷനായ ക്യുംബിയ സിവിലൈസേഷനിൽ നിന്നാണ്. ഇനി ഈ ക്യുംബിയ എയർപ്ലെയിൻസ് ശരിക്കും എയറോഡൈനാമിക് ആണോ? അതായത് ശരിക്കും ഇവയ്ക്ക് വായുവിലൂടെ പറക്കാൻ സാധിക്കുമോ? ഇതേപ്പറ്റി അറിയാൻ വേണ്ടി 20 വർഷങ്ങൾക്ക് മുമ്പ് 2 എഞ്ചിനീയേഴ്സ് ചേർന്ന് ഇവയുടെ വലിയ മോഡലുകൾ നിർമ്മിച്ചു. എന്നിട്ട് വായുവിലൂടെ ഉയർന്നു പറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില സജ്ജീകരണങ്ങൾ അതിൽ സെറ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് മറ്റു വിമാനങ്ങളുടെ സമാനമായ രീതിയിൽ അവയെ വായുവിലൂടെ പറപ്പിക്കുകയും ചെയ്തു. ഈ പരീക്ഷണം വളരെ വിജയകരമായിരുന്നു. ഇത് ഏവരിലും വലിയ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാരണം വെറും 100 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടെത്തിയിട്ട്. എന്നാൽ 1000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന പുരാതന കൊളംബിയൻ മനുഷ്യർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിമാന മാതൃകകൾ അക്കാലത്ത് ഇത്ര കൃത്യമായി നിർമ്മിച്ചത് എന്ന് ഇന്നും ചുരുളഴിയാതെ കിടക്കുന്ന ഒരു രഹസ്യമാണ്. അപ്പോൾ കൊളംബിയയിൽ ഇത്തരത്തിലുള്ള ഫ്ലൈയിങ് മെഷീൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ നൂതന സാങ്കേതിക വിദ്യയുടെ കൂടുതൽ തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കേണ്ടതല്ലേ? ഇതേ ഗോൾഡ് മ്യൂസിയത്തിലുള്ള ഈ വസ്തുവിനെ ഒന്ന് നോക്കൂ.
ഇവിടെ ഒരു വലിയ ചക്രത്തിനുള്ളിൽ ഒട്ടനവധി ചെറിയ ചക്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്നുള്ളത് ഇന്നത്തെ മോഡേൺ ഡേ ഗിയർ സിസ്റ്റവുമായിട്ട് ഒരുപാട് സാമ്യതകളുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ചക്രങ്ങൾ നമുക്ക് ഈ ഗോൾഡ് മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. ഇവയ്ക്കൊക്കെ ഇന്നത്തെ ഗിയർ സിസ്റ്റവുമായി ധാരാളം സാമ്യതകളുമുണ്ട്. എന്നാൽ ഈ ചക്രങ്ങളെപ്പറ്റി ചില വിദഗ്ധർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അന്നത്തെ കാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ചില ആഭരണങ്ങളാകാം എന്നുള്ളതാണ്. എന്നാൽ ശരിക്കും ഇവ നിർമ്മിച്ചിരിക്കുന്നത് ആഭരണങ്ങളുടേതുപോലെ അത്ര ഭംഗിയുള്ളതായിട്ടല്ല. മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോയിലുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ കോയിലുകൾക്ക് നാം ഇന്ന് വൈദ്യുതി ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന അതേ കോയിലുകളുമായി ഒരുപാട് സാമ്യത ഉണ്ട് എന്ന്. ഇത്തരത്തിലുള്ള ധാരാളം നിർമ്മിതികൾ നമുക്ക് ഈ ഗോൾഡ് മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. അവയ്ക്കൊക്കെ ഇന്ന് നാം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലെ പല ഭാഗങ്ങളുമായിട്ട് ഒരുപാട് സാമ്യതയുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കാര്യങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കിയിട്ടായിരിക്കുമോ 1000 വർഷങ്ങൾക്ക് മുന്നേയുള്ള പുരാതന കൊളംബിയൻ ജനത ഇവയെല്ലാം നിർമ്മിച്ചത്? അതോ ഇതെല്ലാം വെറും കോയിൻസിഡൻസ് മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.